ഫസ്റ്റ് ആൻഡോ ആണ് ഫോളോ ചെയ്തത്, മെസ്സിയുടെ വൈഫാണ് ഫോളോ ചെയ്തത്. അപ്പോൾ അത് ഭയങ്കര സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞൊരു 3-4 മാസം കഴിഞ്ഞപ്പോഴേ ഓഗസ്റ്റിൽ മെസ്സി ഫോളോ ചെയ്തു എന്നുള്ള നോട്ടിഫിക്കേഷൻ വന്നു. അത് വന്നപ്പോൾ ശരിക്കും ഭയങ്കര കൂടുതൽ ഷോക്കായി ശരിക്കും പറഞ്ഞു. ഞാൻ ആക്ച്വലി കോളേജിലായിരുന്നു, ഇവര് ട്രാവൽ ചെയ്യുന്നു. അപ്പം ഞാൻ അങ്ങനെ പെട്ടെന്ന് നോക്കിയപ്പോൾ നോട്ടിഫിക്കേഷൻ കണ്ടു. ഞാൻ ഷോക്കായി. ഞാൻ ഫ്രണ്ട്സൊക്കെ അടുത്തുണ്ടായിരുന്നു ആക്ച്വലി. അപ്പോൾ ആർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല മെസ്സി ഫോളോ ചെയ്തു എന്ന് പറയണം. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ കോൾസ് വരുമായിരുന്നു. അത് അപ്പം എന്താ ഒരു എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. അതിന് മുന്നേ തന്നെ ആൻഡ് ഒരു 6-7 മാസം കോൺസ്റ്റന്റ് ആയിട്ട് വന്ന് നമ്മുടെ സ്റ്റോറി, നമ്മൾ ഇടുന്ന സ്റ്റോറിയൊക്കെ കോൺസ്റ്റന്റ് ആയിട്ട് വന്ന് വ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് മെസ്സി സൈൻ ചെയ്ത ജേഴ്സി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വലിയൊരു അല്ല, നമുക്ക് മോഹൻലാലിന് ജേഴ്സി കൊടുത്ത 2 പേരുണ്ടായിരുന്നു, രാജീവ് സാറും രാജേഷ് സാറും. അപ്പൊ അവര് നമുക്ക് തരുമായിരുന്നു ചെയ്ത ജേഴ്സി തരുമായിരുന്നു ചെയ്തത്. അത് നമുക്ക് ഒരിക്കലും അത് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു നിമിഷമാണ്. കാരണം അങ്ങനെ കിട്ടാറില്ല. മെസ്സി ഫോളോ ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ടീമിലെ വേറെ ആരെങ്കിലും പ്ലേയേഴ്സ് ഇതുപോലെ വീഡിയോസ് കാണുകയോ അത് ഇതിന് മുന്നേ ഉണ്ടായിരുന്നു. പേജ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ സ്റ്റോറീസ് ഇടുന്നത് ഒക്കെ കാണുമായിരുന്നു. ഡീപോൾ കണ്ടിട്ടുണ്ടായിരുന്നു, പാരഡൈസ് കണ്ടിട്ടുണ്ടായിരുന്നു, അവരുടെ വൈഫ് 2 പേരും കണ്ടിട്ടുണ്ടായിരുന്നു. ഹൂ ഈസ് ദ റിയൽ ഗോഡ്, ക്രിസ്ത്യാനോ ഓർ മെസ്സി? നമുക്ക് മെസ്സിയാണ്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. നാടെങ്ങും ഇപ്പം ഫുട്ബോളിന്റെ ലഹരിയിലാണ്. ഇപ്പം ഈ കേരളത്തിൽ 2 പെൺകുട്ടികളെ മെസ്സിയും മെസ്സിയുടെ വൈഫും ഫോളോ ചെയ്യുന്നുണ്ട്. ആ 2 പെൺകുട്ടികളാണ് ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത്. ഹലോ സാൻഡ്ര, ഹലോ സിന്ധു, വെൽക്കം ടു ദ ഷോ. ഫസ്റ്റ് ഈ ഒരു മെസ്സിയുടെ വൈഫും ഫോളോ ചെയ്തെന്ന് ഫസ്റ്റ് കണ്ടപ്പോൾ റിയാക്ഷൻ എന്തായിരുന്നു? ഫസ്റ്റ് ആൻഡോ ആണ് ഫോളോ ചെയ്തത്, മെസ്സിയുടെ വൈഫാണ് ഫോളോ ചെയ്തത്. അപ്പം നമുക്ക് അതിന് മുന്നേ തന്നെ ആൻഡ് ഒരു 6-7 മാസം കോൺസ്റ്റന്റ് ആയിട്ട് വന്ന് നമ്മുടെ സ്റ്റോറി, നമ്മൾ ഇടുന്ന സ്റ്റോറിയൊക്കെ കോൺസ്റ്റന്റ് ആയിട്ട് വന്ന് വ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു എപ്പോഴും. അപ്പം നമുക്കിത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല, കാരണം ഫോളോ ചെയ്യണ്ടായിരുന്നില്ല, പക്ഷെ സ്റ്റോറി മാത്രം വ്യൂ ചെയ്യണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ കണ്ടു, ആന്റണില്ല ഫോളോ ചെയ്യാൻ തുടങ്ങി എന്നുള്ളത്. അപ്പം അത് ഭയങ്കര സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞൊരു 3-4 മാസം കഴിഞ്ഞപ്പോഴേ ഓഗസ്റ്റിൽ മെസ്സി ഫോളോ ചെയ്തു എന്നുള്ള നോട്ടിഫിക്കേഷൻ വന്നു. അത് വന്നപ്പോൾ ശരിക്കും ഭയങ്കര കൂടുതൽ ഷോക്കായി ശരിക്കും പറഞ്ഞു. ഏത് വീഡിയോ ആണ് ആദ്യം കണ്ടതെന്ന് ഓർമ്മയുണ്ടോ? മെസ്സി കണ്ട വീഡിയോ ഏതായിരിക്കും എന്ന് ഓർമ്മയുണ്ടോ? സ്റ്റോറി ഏതാണെന്ന് ഓർമ്മയുണ്ടോ? നമ്മൾ ഗോ ടു അതിന് മുന്നേ മാച്ചസ് ഇട്ടുണ്ടായിരുന്നു. അപ്പൊ മാച്ചസിന്റെ കഴിഞ്ഞ് നമ്മള് അതിന്റെ റിവ്യൂസ് പോലെ ഇങ്ങനെ ഇടാറുണ്ട്. അത് ഏതോ ഒന്നാണ് കണ്ടിരിക്കണം എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. മെസ്സി ഇടയ്ക്കാണ് വ്യൂ ചെയ്യാറുള്ളൂ സ്റ്റോറീസ് ആണ് കൂടുതലും കാണാറുള്ളത്. പോസ്റ്റും സ്റ്റോറീസും കാണാറുണ്ട്. മുമ്പ് സ്റ്റോറീസ് ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഫോളോ ചെയ്ത ശേഷം നമ്മൾ അയക്കണ പോസ്റ്റ് ഒക്കെ ഇരുന്ന് കാണാറുണ്ട്. സ്റ്റോറി ഇപ്പം ആ തിരക്ക് കാരണം ചിലപ്പോൾ പറ്റിയ ഒരു നോട്ടിഫിക്കേഷൻ വന്നപ്പോ ഫോൺ ഹാക്ക് ആയതാണോ, അത് എന്ത് പറ്റിയാണോ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നമ്മൾ വിശ്വസിച്ചില്ല, അത് എന്തെങ്കിലും ഗ്ലിച്ച് എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചത്. നമ്മൾ എന്നിട്ട് ഇത് ഒരു 8 മണിയൊക്കെ രാവിലെ ആകുമ്പോഴാണ് നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോഴാണ് നമ്മൾ വിശ്വസിച്ചില്ല. അപ്പൊ ഇത് കുറച്ച് കഴിയുമ്പോൾ അറിയാതെ കൈ തട്ടിയതായിരിക്കും, പൊക്കോളെന്ന് വിചാരിച്ചു. കുറച്ചു നേരം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു ഉച്ചയായി കൺഫേം ചെയ്യാൻ. നോട്ടിഫിക്കേഷൻ സ്റ്റിൽ ഓൺ ആയി കിടക്കുമ്പോ തന്നെ നമുക്ക് അപ്പൊ മനസ്സിലായി. ഇല്ല, മെസ്സേജ് ഇതുവരെ മെസ്സേജ് അങ്ങോട്ട് അയക്കാൻ അങ്ങനെ അവരുടെ ഒരു പേഴ്സണൽ സ്പേസ് റെസ്പെക്ട് ചെയ്തിട്ട് അത് ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം ഈ ഒരു വീഡിയോസ് കാണുമ്പോൾ ഫസ്റ്റ് ഓക്കെ, ഒബ്വിയസ്ലി വൈഫ് ഫോളോ ചെയ്തപ്പോൾ മെസ്സി ഫോളോ ചെയ്യുമെന്നൊരു തോട്ട് എപ്പോഴേലും പോയിരുന്നു? അങ്ങനെ ഇല്ല, അങ്ങനെ ഒരു തോട്ട് പോലും ഉണ്ടായിരുന്നില്ല. ശരിക്കും മെസ്സി ഫോളോ ചെയ്യുന്ന ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കാരണം ഈ പേജ് തന്നെ ആന്റോയ്ക്ക് വേണ്ടിയിട്ടുള്ള പേജാണ്. ആന്റോന്റെ ഫാൻ പേജ് ആണ്, ആന്റണില്ല മെസ്സിയുടെ വൈഫിന് വേണ്ടിയിട്ട്. അപ്പം നമുക്ക് മെസ്സി ഒരിക്കലും ഫോളോ ചെയ്യില്ല എന്നായിരുന്നു നമ്മുടെ ഒരു മൈൻഡിൽ. കാരണം മെസ്സിക്ക് തുടങ്ങിയ ഒരു ഫാൻ പേജ് ആണല്ലോ മെസ്സി ഫോളോ ചെയ്യാന്നുള്ളത് ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. പക്ഷെ മെസ്സിയുടെ വൈഫിന്റെ തുടങ്ങിയ പേജ് മെസ്സിക്ക് അത്രയും ഇഷ്ടമുള്ളതുകൊണ്ട് ആണ് ഫോളോ ചെയ്തത്. അത് അപ്പം ഈ ഒരു ഫോളോ ചെയ്തതിന് ശേഷം ലൈഫിലുണ്ടായിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടൊരു മൊമെന്റ് എന്തായിരിക്കും? എനിക്ക് മെസ്സി സൈൻ ചെയ്ത ജേഴ്സി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വലിയൊരു അല്ല, നമുക്ക് മോഹൻലാലിന് ജേഴ്സി കൊടുത്ത 2 പേരുണ്ടായിരുന്നു, രാജീവ് സാറും രാജേഷ് സാറും. അപ്പൊ അവര് നമുക്ക് തരുമായിരുന്നു ചെയ്ത ജേഴ്സി തരുമായിരുന്നു ചെയ്തത്. അത് നമുക്ക് ഒരിക്കലും അത് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു നിമിഷമാണ്. കാരണം അങ്ങനെ കിട്ടാറില്ല. ഓക്കെ, മനസ്സിലായി. അപ്പം ഈ മെസ്സി ഫോളോ ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ടീമിലെ വേറെ ആരെങ്കിലും പ്ലേയേഴ്സ്
ഇതുപോലെ വീഡിയോസ് കാണുകയോ സ്റ്റോറീസ് അത് ഇതിന് മുന്നേ ഉണ്ടായിരുന്നു. ഉണ്ടായിട്ടുണ്ട്? പേജ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ സ്റ്റോറീസ് ഇടുന്നത് ഒക്കെ കാണുമായിരുന്നു. ഡീപോൾ ഡീപോൾ കണ്ടിട്ടുണ്ടായിരുന്നു, പാരഡൈസ് കണ്ടിട്ടുണ്ടായിരുന്നു, അവരുടെ വൈഫ് രണ്ടുപേരും കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ. ആരുടെയും കയ്യിൽ ഒരു DMO അല്ലെങ്കിൽ ഒരു മെസ്സേജോ വന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? പ്ലേയേഴ്സിന്റെ പ്ലേയേഴ്സിന്റെ ഭാഗത്ത് ഒരു അല്ലെങ്കിൽ വന്നിട്ടുള്ള ഒരു അൺഎക്സ്പെക്ടഡ് മെസ്സേജസ് എന്തായിരിക്കും? ആരുടെ പ്ലേസ് എന്നല്ല, ആരുടെയും കയ്യിൽ നിന്ന് ഒരു അൺഎക്സ്പെക്ടഡ് മെസ്സേജ് വന്നിട്ടുണ്ട് ഈ പേജ് തുടങ്ങിയതിന് ശേഷം നിങ്ങളുടെ കണ്ടന്റ് കണ്ടിട്ട്? ഒരുപാട് പേരുണ്ട്. നമുക്ക് അങ്ങനെ ഓർത്തെടുക്കാൻ, കാരണം ഇഷ്ടം പോലെ പേര് നമുക്ക് അയക്കാറുണ്ട്. ഓക്കെ. ഇപ്പൊ ഈ ജേഴ്സി തന്നു എന്ന് പറഞ്ഞാൽ അവര് പോലും നമുക്ക് അയച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് ജേഴ്സി തരാമെന്ന് പറഞ്ഞ് അയച്ചത്. അപ്പം ആ പേജ് കണ്ടിട്ടാണ് നമ്മൾ ആ പേജ് എത്രത്തോളം നമ്മൾ എഫേർട്ട് ഇടുന്നുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ആ ജേഴ്സി തന്നതും. അപ്പം അങ്ങനെ ഒരുപാട് നല്ല മൊമെന്റ്സ് ഉണ്ട്. നമുക്ക് അങ്ങനെ ഓരോന്ന് എടുത്തു പറയാൻ പറ്റില്ല, അത്രയധികം ഉണ്ട്. നമ്മളിപ്പം ഈ പറഞ്ഞല്ലോ, ഈ സൈൻഡ് ജേഴ്സീസ് ആണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര വിലമതിപ്പായിട്ടുള്ള കാര്യങ്ങൾ. അതിനൊരു ഓപ്ഷൻ ഇട്ടാൽ തന്നെ ഭയങ്കര വലിയ റേറ്റ്സിന് പോകുന്ന. ഞാൻ ആ നോട്ടിഫിക്കേഷൻ പറഞ്ഞില്ലേ, ആ നോട്ടിഫിക്കേഷൻ ഒരു ഫ്രെയിം ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ ഫ്രെയിമിൽ എത്ര വിലയിടും? ആ നോട്ടിഫിക്കേഷൻ വന്നില്ലേ, അതിന്റെ മെസ്സി ഫോളോ യു എന്ന് പറഞ്ഞിട്ട് വില മതിക്കാൻ പറ്റില്ല, അതിന് വില ഇടില്ല. ഇത്തവണത്തെ വേൾഡ് കപ്പ് ആര് നേടും? അർജന്റീന. ചോദിക്കേണ്ട ആവശ്യമില്ലല്ലേ? നമുക്ക് നല്ല കോൺഫിഡൻസ് ആണ് ടീമില്. എന്തുകൊണ്ടായിരിക്കും? നമ്മളിപ്പോ ഒരു മെസ്സിയുടെ ഫാൻ പേജ് നമുക്ക് ഊഹിക്കാം, ഒത്തിരി ഫാൻസ് ഉണ്ട്, അദ്ദേഹത്തിന്റെ കളി, അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻ, അദ്ദേഹത്തിന്റെ ഒരു ലീഡർഷിപ്പ് സ്കിൽ എല്ലാം നമുക്ക് നോക്കാം. പക്ഷെ എന്തുകൊണ്ടാണ് വൈഫിന്റെ പേരിൽ ഒരു ഫാൻ പേജ് തുടങ്ങാമെന്നൊരു ഐഡിയ വന്നത്? നമ്മൾ കുറേ കണ്ടിരിക്കുന്ന മെസ്സിക്കാണ് കുറേ പേര് ഫാൻ പേജസ് ഒക്കെ തുടങ്ങിയിട്ടുള്ളത്. അപ്പം നമ്മളും ആദ്യം അതന്നെയാണ് വിചാരിച്ചത്, മെസ്സിക്ക് തുടങ്ങാം എന്നുള്ള രീതിയിലാണ് വിചാരിച്ചത്. പക്ഷെ പിന്നീട് നമ്മൾ മനസ്സിലാക്കി കുറച്ച് മെസ്സിയുടെ അപ്ഡേറ്റ്സുമായിട്ട് കീപ്പപ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് സ്വിച്ച് ചെയ്ത് ആൻ്റണിയിലേക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ആൻ്റണിയിലെ പറ്റിയിട്ട് ഞങ്ങൾ കൂടുതൽ അറിയാൻ തുടങ്ങി. അപ്പോഴാണ് മെസ്സിയുടെ വൈഫിൽ ആൻറ്റോൻ്റെ പങ്ക് എത്രത്തോളം വലുതാണെന്ന് നമുക്ക് മനസ്സിലായത്. ലൈക്ക് കൂടുതൽ അറിയാൻ കഴിഞ്ഞത് ആൻറ്റോ എന്ന് പറയുന്ന ഒരു വ്യക്തി എത്രമാത്രം മെസ്സിയുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടറാണ്. ചെറുപ്പം മുതൽ കൂടെയുള്ള ഒരാളാണ്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ആന്റോണിയെ കുറിച്ച് അറിയാത്ത മെസ്സി ആരാധകന് എന്താണ് ആന്റോ ടു മെസ്സി എന്ന് പറയുകയാണെങ്കിൽ, ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും പറയാ? എല്ലാമാണ്. മെസ്സി തന്നെ പറഞ്ഞിട്ടുണ്ട്, മെസ്സിക്ക് അറിയില്ല എന്താ പറയണ്ടത്. മെസ്സിയുടെ എല്ലാം ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം അതന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്, മെസ്സിയുടെ എല്ലാം ആണ് ശരിക്കും ആന്റോ. അപ്പൊ ചെറുപ്പം മുതൽ കൂടെ ഉള്ളതാണ് ആന്റോ ശരിക്കും പറഞ്ഞാൽ. ഇപ്പം മെസ്സി ഒരു ദിവസം പാലക്കാട് ചന്ദ്രനഗറിൽ എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ എന്തായിരിക്കും പറയാ? അല്ലെങ്കിൽ അവിടെ എത്തിക്കുകയാണെങ്കിൽ ഏതൊക്കെ സ്ഥലങ്ങളായിരിക്കും നിങ്ങളോട് കാണിക്കാൻ? ആദ്യം വീട്ടിൽ കൊണ്ടുപോകും, നമ്മൾ ഫുഡ് കൊടുക്കും, അത് ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ പാലക്കാട് മെയിനായിട്ട് കോട്ട മൈതാനുണ്ട്, അവിടെയൊക്കെ പോകും. അവിടെ കുറച്ച് ഒരു മലയാളം പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ആദ്യം എന്ത് പഠിപ്പിച്ചു? ഒരു സംസാരിക്കാനാണെങ്കിൽ ബേസിക്കലി ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ ഫണ്ണായിട്ടോ എന്തായിട്ടോ ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ സിദ്ധ എന്തായിരിക്കും പഠിപ്പിച്ചു കൊടുക്കുക? സുഖമാണോ ചോദിക്കാൻ? നമസ്കാരം, ഹലോ, അതെ, അത് പറയാം. അത്ര ചെറിയ വാക്കുകൾ ഇങ്ങനെ ചെറിയ. ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ തിരിഞ്ഞ് നമ്മൾ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നു, പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് മെസ്സി അല്ലെങ്കിൽ ആന്റോ ഫോളോ ചെയ്യുന്നുണ്ട്. ഇത് ഫോളോ ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ ഒരു ജേർണി എപ്പോഴെങ്കിലും ഒരു പരാജയമായിരുന്നു അല്ലെങ്കിൽ ഫെയിൽഡ് ആയി പോയി എന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഒരിക്കലും തോന്നിയിട്ടില്ല. എന്താണ് ഒരു മേജർ ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ മേജർ എയിം? എന്തായിരുന്നു? നമുക്കിത് ചെറിയ രീതിയിലാണ് തുടങ്ങിയത്. ശരിക്കും ഇങ്ങനെയൊന്നും നമ്മൾ വിചാരിച്ചത്, ഒരു സ്വപ്നം പോലും കണ്ടിട്ടില്ല ഇങ്ങനെയൊക്കെ ആവും എന്ന് വിചാരിച്ചിട്ടില്ല. അപ്പം ചെറിയ രീതിയിൽ നമ്മുടെ ഒരു സ്നേഹം നമ്മളെ അറിയിക്കണം. നമ്മൾ കേരളത്തിൽ നിന്നാണ്, അപ്പോൾ അതിൽ നിന്ന് ആ ഒരു സ്നേഹം നമ്മൾ അറിയിക്കണം എന്നുള്ള രീതിയിൽ ചെറിയ രീതിയിലൊന്ന് തുടങ്ങിയതാണ്. അത് കഴിഞ്ഞ് ആ വേൾഡ് കപ്പിന്റെ ടൈമിൽ നല്ല റീച്ച് കിട്ടി, അപ്ഡേറ്റ്സ് ചെയ്തു. അപ്പം നല്ല അതിനനുസരിച്ച് നമുക്ക് റെസ്പോണ്ട് കിട്ടി തുടങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായി ആൾക്കാർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്തു, നമ്മുടെ പേജ് അക്സെപ്റ്റ് ചെയ്തു, അവർക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി നമുക്ക് മനസ്സിലായപ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷമാണ്, കൂടുതൽ പോസ്റ്റുകൾ ഇടാൻ കുറച്ചുകൂടെ ആവേശം തോന്നി. അങ്ങനെ വേൾഡ് കപ്പിന്റെ ടൈമിൽ നമ്മൾ കുറെ പോസ്റ്റുകളൊക്കെ ഇടാൻ തുടങ്ങി. അങ്ങനെ അവിടെ നിന്നാണ് പിന്നെ 2 ലക്ഷം വ്യൂസ് ഫോളോവേഴ്സ് ഒക്കെ കിട്ടിയത്. അത് കഴിഞ്ഞ് ഷോർട്ട് പീരീഡിലാണ് ഗ്രോത്ത് ഉണ്ടായത്. ഇപ്പം മെസ്സി കിടുക്കൻ ഫോമിലാണ്, ഹാട്രിക് നേടിയിട്ടുണ്ട് ഫസ്റ്റ് മാച്ചിൽ തന്നെ. എന്താണ് ഇപ്പോഴത്തെ ഒരു കളിശൈലിയെ കുറിച്ച് കളി കാണുമ്പോൾ മെസ്സി ആസ് എ പ്ലെയർ, ഇപ്പം ഒത്തിരി പേര് പറയുന്നുണ്ട്, നമ്മളെ ഫാൻ ഫൈറ്റ്സ് ഇറക്കുമ്പോൾ പറയുന്ന മേജർ കാര്യമാണ് ഇത്ര ഏജ്ഡ് ആയി, ഇനി ആ ഒരു കളിയിലേക്ക് വരാൻ സാധ്യത കുറവാണെന്നുള്ളത്.
ഇപ്പൊ ഇത് ഈ റീസെന്റ് മാച്ചസ്, വേൾഡ് കപ്പ് മാച്ചസ് കണ്ടപ്പോ എന്ത് തോന്നി? മെസ്സി നമുക്ക് മെസ്സിയുടെ എപ്പോഴും ഡൗട്ടേ ഉണ്ടാവാറില്ല. എപ്പോഴും മെസ്സി പ്രൈമിൽ തന്നെയാണ് കളിക്കുന്നത്. അതെ, നമുക്ക് മെസ്സിയുടെ കളി എപ്പോഴും അങ്ങനെ തന്നെ. ഇപ്പൊ ഈ ഒരു 5 ഗോള്, 2 കളിയിൽ 5 ഗോളൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫാൻസിന് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ബോണസ് ആണ് ശരിക്കും ഇപ്പോഴും മെസ്സി കളിക്കണമെന്നുള്ളത്. കാരണം ഇത്രയും 39 ആയി ഇപ്പോൾ വയസ്സ്. അപ്പം ഇത്രയും വയസ്സിൽ ഇത്രയും ഗോൾ അടിച്ച് നമ്മളെ സന്തോഷിപ്പിക്കുക പറയുന്നത് അത് നമുക്ക് വലിയൊരു നമുക്ക് പ്രൗഡാണ് ശരിക്കും പറഞ്ഞാൽ, നമുക്ക് സന്തോഷമാണ്. ആസ് എ ഫാൻസ് നമ്മൾ നല്ല പ്രൗഡാണ്. ഇപ്പൊ യൂഷ്വലി എല്ലാ ഫാൻ ഫൈറ്റ്സിലും ചോദിക്കുന്ന ഒരു ക്ലീഷേ ചോദ്യമുണ്ട്, ഹൂ ഈസ് ദ റിയൽ ഗോഡ്, ക്രിസ്ത്യാനോ ഓർ മെസ്സി? നമുക്ക് മെസ്സിയാണ്. നമുക്കൊരു ഡിബേറ്റ് ഉണ്ടായിരുന്നില്ല ആക്ച്വലി. ഫസ്റ്റ് തുടങ്ങി നമുക്ക് ഡിബേറ്റ് ഉണ്ടായിരുന്നില്ല. കുട്ടികളുടെ പോലെ മെസ്സി ഫാൻ മെസ്സിയാണ്. ആദ്യമായിട്ട് കണ്ട കളി ഏതാന്ന് ഓർമ്മയുണ്ടോ? കളി അങ്ങനെ ഓർമ്മയില്ല, വളരെ ചെറുപ്പത്തിൽ. ആരാണ് ഇപ്പം ഒരു ഫുട്ബോൾ ഫാൻ ആകുക എന്നൊക്കെ പറയുമ്പോ കൊച്ചിലെ മുതൽ കളി കാണണമെങ്കിൽ വീട്ടിലൊരു ഫുട്ബോൾ ആരാധകൻ കാണും. ആരാണ് ഈ ഫുട്ബോളിലേക്ക് കൊണ്ടെത്തിച്ചത്? ഫുട്ബോളിലേക്ക് കൊണ്ടെത്തിച്ചത് നമ്മൾ ക്രിക്കറ്റ് ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ഫാമിലി അമ്മയും ഒക്കെ ക്രിക്കറ്റ് കാണുമായിരുന്നു. ഇന്ത്യയിൽ അതായിരുന്നു. അപ്പൊ അന്ന് സച്ചിന്റെ മാച്ചസ് ഒക്കെ ഞങ്ങൾ കാണുമായിരുന്നു. അപ്പൊ സച്ചിന്റെ വലിയ ഫാനായിരുന്നു. സച്ചിൻ റിട്ടയർഡ് ആയപ്പോ നമ്മള് ക്രിക്കറ്റ് ശരിക്കും നിർത്തി. അങ്ങനെയായിരുന്നു. അപ്പൊ അത്ര വലിയ ഫാനായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് നിർത്തി. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മെസ്സിയിലേക്ക് കുറച്ച് കൂടുതൽ ഫോക്കസ് ചെയ്തത്, ഫുട്ബോളിലേക്ക്. അപ്പൊ മെസ്സിയുടെ ആ കളി, ആ ഒരു ശൈലിയൊക്കെ നമുക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങി. കാരണം എല്ലാവരും പറയണ്ടല്ലോ ഇങ്ങനെ ഒരു ലെഫ്റ്റ് ലെഗ് വെച്ചിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പൊ നമുക്കത് കൂടുതൽ അറിയണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൂടുതൽ അതിലേക്ക് നോക്കാൻ തുടങ്ങി. അപ്പൊ ആ മാച്ചസ് നമുക്ക് കണ്ടപ്പോൾ ആ ഒരു കളിശൈലിയൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പൊ അങ്ങനെയാണ് മെസ്സിയിലേക്ക് എത്തിപ്പെട്ടത് നമ്മള്. ഓക്കെ, അപ്പം എന്തായാലും ആ ഫോളോ ചെയ്തു എന്നുള്ള നോട്ടിഫിക്കേഷൻ ഉണ്ടല്ലോ, അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കാണുമല്ലോ ഉറപ്പായിട്ടും. അപ്പൊ ആ സമയത്ത് തോന്നിയ ഒരു എന്താണ് മനസ്സിൽ തോന്നി? ഞാൻ ആക്ച്വലി കോളേജിലായിരുന്നു, ഇവര് ട്രാവൽ ചെയ്യുന്നു. അപ്പൊ ഞാൻ അങ്ങനെ പെട്ടെന്ന് നോക്കിയപ്പോ നോട്ടിഫിക്കേഷൻ കണ്ടു. ഞാൻ ഷോക്കായി. ഞാൻ ഫ്രണ്ട്സ് ഒക്കെ അടുത്തുണ്ടായിരുന്നു ആക്ച്വലി. അപ്പൊ ആർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല മെസ്സി ഫോളോ ചെയ്തു എന്ന് പറയണത്. ഒട്ടും വിശ്വസിക്കാൻ പറ്റും. ഞങ്ങൾ ബസ്സിൽ, എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ ഫ്രണ്ട് സീറ്റിലായിരുന്നു ഇരുന്നുണ്ടായിരുന്നു. നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഞാൻ ഭയങ്കര, എനിക്ക് കൺട്രോൾ ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഇമോഷൻസ് പുറത്ത്, കാരണം അത്രയും സന്തോഷമായിരുന്നു. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഞാൻ ഭയങ്കരമായിട്ട് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയ്ക്കൊക്കെ കാണിച്ചു കൊടുക്കായിരുന്നു. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ കോൾസ് വരുമായിരുന്നു. അത് അപ്പം എന്താ ഒരു എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. യൂഷ്വലി നമ്മളിപ്പം ഫ്രണ്ട്സിന്റെ അടുത്താണെങ്കിലും ഫാമിലീസിനടുത്തും ഇതുപോലെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ യൂഷ്വലി പറയാനുള്ള ചുമ്മാ കള്ളം പറയാൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? കൊറേ പേര് അങ്ങനെ വിശ്വസിച്ചില്ല. ആദ്യമൊന്നും വിശ്വസിച്ചില്ല. പിന്നെ ആയപ്പോ ന്യൂസിലും ഇതൊക്കെ കണ്ടപ്പോ എല്ലാവരും വിശ്വസിച്ചു. ഇപ്പം ഈ നമ്മൾ ഫോളോ ചെയ്തു അല്ലെങ്കിൽ സ്റ്റോറീസ് കാണാറുണ്ട്. ഏതെങ്കിലും ഒരു പോസ്റ്റോ വീഡിയോക്കോ ലൈക്ക് വീണിട്ടുണ്ടോ? ലൈക്ക് വന്നിട്ടുണ്ടോ ഇവർ രണ്ടുപേരുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും? ആൻറ്റോ ലൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറെ അധികം റീൽസിനും ഫോട്ടോസിനൊക്കെ ലൈക്ക് ചെയ്യാറുണ്ട്. നിങ്ങളുടെ റീൽസിന് വേണ്ടി ആൻറ്റോ വെയിറ്റ് ചെയ്തിരിക്കും. നമ്മൾ പേഴ്സണലി ലൈക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗോ ടൂർ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു മുംബൈയിൽ, മെസ്സി കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ കുറച്ച് സ്റ്റേഡിയത്തിന്റെ ഫ്രണ്ടിലായിരുന്നു നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് അടുത്തുനിന്ന് മെസ്സിയുടെ കളി കുറച്ച് നേരം ഒരു 20 മിനിറ്റ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ രണ്ടുപേരുടെയും പേഴ്സണലായിട്ട് നമ്മൾ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ റിയാക്ഷൻ, നമ്മൾ മെസ്സിയെ കണ്ടിട്ടുള്ള ആ ഒരു സന്തോഷം നമ്മൾ ആ വീഡിയോ സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു. ആ സ്റ്റോറിക്ക് മാത്രം ആൻഡ്രോ വന്ന് ലൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഫസ്റ്റ് ലൈക്ക്. ശരിക്കും പറഞ്ഞാൽ അതുവരെ നമ്മൾ മെസ്സിയെ കുറിച്ചും ഫാമിലിയെ കുറിച്ചും ഒക്കെ ഇടുമായിരുന്നു. പക്ഷെ അതിന്റെ സ്റ്റോറിക്ക് ലൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളെ രണ്ടുപേരുടെ ആ പേഴ്സണൽ വീഡിയോയ്ക്ക് മാത്രമാണ് ഫസ്റ്റ് ലൈക്ക് ചെയ്തത്. ഇപ്പം നമ്മളിപ്പോൾ പറയല്ലോ, ഇപ്പം ഒരു പ്ലെയറിനെ ആരാധിക്കുക എന്ന് പറയുന്നത് നമ്മളവരുടെ കളിശൈലി നോക്കിയിട്ടാണ്, കളിക്കുന്ന രീതി നോക്കിയിട്ടാണ്. ഗോൾ അടിക്കുന്ന സ്കോറേഴ്സിനായിരിക്കും കൂടുതൽ ആൾക്കാരും ഇഷ്ടപ്പെടുക, ഗോൾ സ്കോറേഴ്സിനായിരിക്കും ഇഷ്ടപ്പെടുക. ആസ് എ ഫാൻ, അപ്പാർട്ട് ഫ്രം ഗെയിം, കളി മാറ്റി വെച്ചാൽ എന്താണ് മെസ്സിയിൽ കൂടുതൽ ആകർഷിക്കുന്നത്? ആ ഒരു സിംപ്ലിസിറ്റിയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം. കാരണം എന്തും ആ ഒരു മെസ്സിക്ക് തന്നെ അറിയില്ല മെസ്സിയാണ് എന്നുള്ളത്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. പലപ്പോഴും മെസ്സി അത് മറന്നു പോവാണ്. കാരണം അത് ആ ഒരു ഹമ്പിളാണ്. അത്രയും നമുക്ക് എങ്ങനെ വിശേഷിപ്പിക്കാന്ന് പോലും അറിയില്ല. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ് ആണ്. അപ്പൊ അത് നമ്മുടെ പേജ് ഫോളോ ചെയ്തു എന്നുള്ളതിന് തന്നെ അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. മെസ്സി ആരാധകർ മാത്രമാണോ അതോ അർജന്റീന ആരാധകർ കൂടെയാണോ? ഉറപ്പായിട്ടും അർജന്റീന ടീം. മെസ്സി കാരണമാണ് അർജന്റീനയിൽ എത്തിപ്പെട്ടത്. അത് കഴിഞ്ഞ് പിന്നെ അർജന്റീനയുടെ മാച്ചസ് ഒക്കെ കണ്ട് പിന്നെ അർജന്റീനയുടെ ഭയങ്കര ഫാനായി. മെസ്സിയെ എങ്ങനെ ഇഷ്ടമാണ് അതുപോലെ തന്നെ നമുക്ക് അർജന്റീന ടീമിനെയും ഇഷ്ടമാണ്. ഇപ്പം ഇനി ഒരു സ്വപ്നമുണ്ടോ? മെസ്സിയുടെ കളി കാണണം ഭയങ്കര സ്വപ്നം, നേരിട്ട്. പിന്നെ അവരെ രണ്ടുപേരും മീറ്റ് ചെയ്യണം. മെസ്സിയുടെ അർജന്റീന ജേഴ്സി ഇട്ടിട്ട് ഒരു മാച്ച് കാണണം എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്വപ്നം.
നമ്മൾ ഇതിന് ഒരു ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നമ്മുടെ സ്വപ്നമായിരുന്നു മെസ്സിയുടെ ഒരു കളി കാണണം എന്നുള്ളത് നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു. അപ്പൊ അത് ഫൈനലിസിമ നടക്കണ്ടായിരുന്നു ഖത്തറിൽ. സ്പെയിനും അർജന്റീന വേഴ്സസ്. അപ്പൊ അതിന് നമ്മളെല്ലാം പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. നമ്മൾ പോണം, കളി കാണണം. പക്ഷെ അപ്പോഴേക്കും യുദ്ധം വന്ന് അത് ക്യാൻസൽ ആയി. അപ്പൊ അതാണ് ഏറ്റവും വലിയൊരു വിഷമമായത്. കാരണം നമ്മൾ അത്രയും അടുത്തെത്തി, കളി കാണും എന്നുള്ള ഒരു ഇതിലെത്തിയിട്ട് പിന്നാലെ വന്നപ്പോൾ നമുക്കത് വിഷമമായി. പക്ഷെ എന്നാലും ഞങ്ങൾ ഇപ്പോഴും ട്രൈ ചെയ്യുന്നുണ്ട്. വേറെ എവിടെയെങ്കിലും വല്ല മാച്ചസ് പറ്റുന്ന സ്ഥലത്താണെങ്കിൽ പോകാൻ സാധിക്കുമെങ്കിൽ വേൾഡ് കപ്പ് ഇല്ല, കാരണം അമേരിക്കയാണ്. വിസ കിട്ടാൻ പോലും പാടാണ്. ഓക്കെ, ഇപ്പം ഈ ഒരു വേൾഡ് കപ്പ് കൂടെ മെസ്സി നിങ്ങൾക്ക് തരികയാണെങ്കിൽ നെക്സ്റ്റ് വേൾഡ് കപ്പിൽ മെസ്സി ഉണ്ടാവോ? എന്റെ മനസ്സ് പറയുന്നത് ഉണ്ടാവും എന്നാണ്. ബിക്കോസ് ഇപ്പൊ റൊണാൾഡോ 41 ഇയേഴ്സ് ആയി. അപ്പം അത് അവരുടെ കോച്ച് പറയുന്നത് നെക്സ്റ്റ് വേൾഡ് കപ്പിലും റൊണാൾഡോ കേപ്പബിൾ ആണ് കളിക്കാനെന്നാണ്. മെസ്സി പ്രൈമിൽ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ മെസ്സിക്ക് ഒരു 39 ഇയേഴ്സ് ആയി എന്ന് ഒരിക്കലും ആ കളി കണ്ടാൽ നമുക്ക് പറയില്ല. ഇപ്പോഴും യങ്സ്റ്റേഴ്സിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ മെസ്സിക്ക് ഇനിയും അടുത്ത വേൾഡ് കപ്പ് സുഖമായിട്ട് കളിക്കാം. കാരണം ഇതേപോലെ തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതേ ആരോഗ്യവും ഹെൽത്തും എല്ലാം ഉണ്ടാവട്ടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത വേൾഡ് കപ്പിലും കാണാൻ പറ്റും തന്നെയാണ് വിശ്വാസം. അപ്പം ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഈ സമയത്ത് വേൾഡ് കപ്പിൻ്റെ സമയത്ത് ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള ആൾക്കാർ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്തെങ്കിലും ഇന്ത്യക്ക് വേൾഡ് കപ്പിൽ കളിക്കാൻ പറ്റുമോ? അത് തോന്നുന്നുണ്ടോ? പ്രതീക്ഷയുണ്ട്. നമ്മൾ ഇന്ത്യ വരണം എന്ന് ആഗ്രഹമുണ്ട്. കേപ്പ് വെറുതെ പോലുള്ള 1.5 ലക്ഷം ആൾക്കാർ മാത്രമുള്ള രാജ്യം വരെ ഇത്തവണ മത്സരിച്ചിട്ടുണ്ട്. ബ്രില്യന്റ് കളികൾ കാണിക്കുന്നുണ്ട്. അപ്പം എന്താണ് നിങ്ങളുടെ ഒരു തോട്ട്? നല്ല ട്രെയിനിങ് കിട്ടിയാൽ ഇന്ത്യയില് നല്ല പ്ലേയേഴ്സ്, നമുക്ക് നമ്മുടെ ഇടയിൽ തന്നെ കുറെ പേര് നല്ല കളിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇനി വരുന്ന വർഷങ്ങളിൽ എന്തായാലും നമുക്കൊരു ഹോപ്പ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, ISL വന്നതോടുകൂടി കേരളത്തിൽ ഫുട്ബോളിന്റെ ഒരു ട്രെൻഡ് മാറിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ നമ്മൾ ISL അങ്ങനെ അത്ര ഫോളോ ചെയ്യില്ല. പക്ഷെ എന്നാലും നമുക്കൊരു ട്രെൻഡ് മാറിയതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. കാരണം കുറച്ചുകൂടെ ഇന്ത്യയിൽ കുറച്ചും കൂടെ എന്താ പറയുക, ഫുട്ബോളിനോട് കുറച്ച് ക്രേസ് കുറച്ചും കൂടി ഒരു കൂടുതലായ പോലെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ ഡൈഹാർഡ് മെസ്സി ആരാധകർ ആയതുകൊണ്ട് തന്നെയാണോ ആ പേജ് സ്റ്റാർട്ട് ചെയ്തത്? അത് ഫുട്ബോൾ എന്നേക്കാൾ ഉപരി ഒരു മെസ്സി എന്ന മനുഷ്യനോടുള്ള ആരാധനയാണോ? എല്ലാം ഉണ്ട് അതിൽ. നമുക്ക് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം മെസ്സിയുടെ കളി കണ്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് മെസ്സിയുടെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അന്വേഷിച്ചു. അതും എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭാര്യനെ കുറിച്ച് നോക്കി, കുട്ടികളെല്ലാവരും ഭയങ്കര ഇഷ്ടമാണ്. ഒരു പെർഫെക്റ്റ് ഫാമിലി, ഒരു പെർഫെക്റ്റ് ജെന്റിൽമാൻ ആണ്. അപ്പം എല്ലാം കൊണ്ടും നമുക്ക് ഇഷ്ടമായി. അപ്പം അങ്ങനെയാണ്. പിന്നെ കളി മാത്രമല്ല, ആസ് എ പേഴ്സൺ ഭയങ്കര നല്ലൊരു ഹ്യൂമൻ ബീങ് ആണ്. അപ്പം എല്ലാം കൊണ്ടും നമുക്ക് ഇഷ്ടമാണ്. ഓക്കെ, ഇപ്പം ഈ പറഞ്ഞ പോലെ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ആഗ്രഹം പോലെ ഇപ്പോൾ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ആഗ്രഹം പോലെ അടുത്ത കൺസിക്യൂട്ടീവായിട്ട് 2 വർഷവും മെസ്സിക്ക് കപ്പ് ഉയർത്താൻ പറ്റും എന്നൊരു തോന്നൽ, ഒരാഗ്രഹം മനസ്സിലുണ്ടോ എപ്പോഴും? നടക്കട്ടെ, അങ്ങനെ നടക്കട്ടെ. അപ്പം ഈ പറഞ്ഞ പോലെ കണ്ടൻസ് മെസ്സി എന്നൊരു ഒരു ഗോട്ടിനെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ അവർ കണ്ടന്റ് ചെയ്യുക, അത് മെസ്സി ഫോളോ ചെയ്യുക, അവർ കാണുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഇതുപോലത്തെ കുറേ സ്വപ്നങ്ങൾ കാണും. ഈ പറഞ്ഞ പോലെ മെസ്സിയുടെ കളി നേരിട്ട് കാണാനും മെസ്സിയെ ഡയറക്റ്റ് മീറ്റ് ചെയ്യാനും സാധിക്കട്ടെ. എല്ലാവിധ ആശംസയും. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.